12 മണിക്കാട്ടെ. പിന്നെ 10 മണിയാണ് ഹായ്, ചോറുണ്ട വീഡിയോ എന്ത് ചെയ്യുന്നു എല്ലാവരും ചോദിച്ചില്ലേ? അപ്പം നമ്മുടെ ചോറുണ്ട വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ട്, കുറച്ചല്ല ഒരുപാട് ലേറ്റായി പോയി എന്നറിയാൻ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചോറൂണിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ, അതായത് ഗുരുവായൂരിലോട്ട് പോകുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കൊല്ലത്ത് നിന്ന് കായംകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കായംകുളത്ത് നിന്നാണ് കേട്ടോ നമ്മളിന്ന് ഗുരുവായൂരിലോട്ട് പോകുന്നത്. അവിടുന്ന് വണ്ടിയിലേ വരുത്തുള്ളൂ. കിട്ടിയോ? കിട്ടി. ഞാൻ കമ്മൽ മാറി. റിതുട്ടൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആള് ഭയങ്കര ചില്ലടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പായിട്ട് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഗുരുവായൂർ പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. ഇപ്പം ഒരുപാട് പുരോഗമനമായിട്ടുണ്ട് കേട്ടോ, നല്ല മാറ്റങ്ങളുണ്ട്, അടിപൊളിയാക്കി കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ ആക്സിഡന്റിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത്. അതും ട്രെയിനകത്തൊക്കെ എങ്ങനെയൊക്കെ ആകും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ടെൻഷൻ നന്നായിട്ടുണ്ട്. ഈ ഒരു നിമിഷം വരാൻ നല്ല ടെൻഷനായിരുന്നു. ഇത് പെട്ടി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ട്രെയിനിൽ കയറിയാലും ഊരുന്നില്ലേ? അമ്പലത്തിൽ പണം നമ്മുടെ സുന്ദരി, നമ്മുടെ പൊന്നരി. നമുക്ക് കായംകുളത്ത് നിന്ന് 11:20 കേട്ടോ ട്രെയിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരത്തെ ചെന്ന് ഇങ്ങനെ ഇരുത്തേ ആരംഭിച്ചു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് ഒന്നും നമ്മൾ വരുന്നതിൻ്റെ അന്ന് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കായംകുളത്ത് വന്ന് വീട്ടിൽ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ടിക്കറ്റ് എടുക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ചത്താനെ. കാരണം ഇനി ആൾ തിരക്കൊക്കെ ആണെങ്കിൽ നിൽക്കേണ്ടി വരുമോ, സ്ഥലം കിട്ടുമോ, കുഞ്ഞിന് കാലിന് വേദന ഉണ്ടാവുമോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടിയോണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അമ്മ പോയി ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ട്രെയിനിനകത്തിരുന്ന് എന്തെങ്കിലും കഴിക്കണ്ടേ, വിശക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി 2 ചായ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കോഫി, അമ്മയ്ക്ക് ചായ ആയിരുന്നു കേട്ടോ. അമ്മ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു ചായ വേണോ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചായ കുടിക്കാനുള്ളൊരു പൂതി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ പോയി ചായ ഞാൻ കേട്ടില്ല. ഇല്ലേ അച്ഛാ, അങ്ങനെ ആക്കി ഇങ്ങനെ വിളിച്ചു. ഇല്ല, സീരിയസ് ആയിട്ട് വിളിച്ച് ഇങ്ങനെ അവിടെ നിന്ന് നിന്നെ നോക്കിട്ടേ വിളിച്ചു. അച്ഛാ ആണോ? വിളിച്ചോ? അച്ഛന്ന് വിളിച്ചേ. അച്ഛാ. ഇത് കുറച്ച് നേരം സൈലന്റ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ആള് കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ പരിസരം നോക്കാതെ അവിടെ ഇരുന്ന് തന്നെ ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിനും ഇങ്ങ് എത്തി. അവിടെ ഇരുന്ന് പാല് കൊടുത്തപ്പോഴത്തേക്ക് തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഉറക്കവും ഈ വിശപ്പും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന ആള് പിന്നെ നമുക്ക് സമാധാനം തരാറില്ല കേട്ടോ. സമാധാനം ഉദ്ദേശിച്ചത് നമ്മൾ ടെൻഷൻ ആവും. മോള് കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആവും കേട്ടോ. എനിക്ക് എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ പരിസരം നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. മോളുടെ കരച്ചിൽ എങ്ങനെയെങ്കിലും മാറ്റണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ഇതാ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് വീണ്ടും ഫീഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ട്രെയിൻ യാത്രയാണല്ലോ മോളുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കട്ടോ. പക്ഷെ ആളാണ് കയറിയപ്പം തൊട്ട് ഭയങ്കര സൈലന്റ് ആണ്, ചിരിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെയും വെറുതെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഞാൻ കരുതി ഇനി ഇവള് ഞങ്ങൾ ചെന്നിട്ട് എഴുന്നേക്കത്തോളന്ന്. അവൾക്ക് ചിരിക്കുന്നൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു പിന്നെ ആദ്യം ഈ സൗണ്ടൊക്കെ കേട്ടിട്ടേ അവൾക്ക് എന്തോ എനിക്ക് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എവിടാ ഞാൻ ഇത് ആദ്യമായിട്ടുള്ള ഈ സൗണ്ടൊക്കെ. കുറച്ചു നേരം ആളിങ്ങനെ എന്താണെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കാണുന്നവരും പോകുന്നവരും എല്ലാം ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ മോളുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ആൾക്ക് റാഷസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അതായത് കാറ്റടിക്കുക ചൂടടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുടെ കവിളൊക്കെ ഇങ്ങനെ ചുമന്ന് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കയ്യിൽ ലോഷൻ കരുതിയൊക്കെ കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴായാലും
എന്തായാലും ഇങ്ങനെ അവൾക്ക് മേലത്ത് ഇട്ട് കൊടുക്കും. പിന്നെ ഫുള്ള് കവറിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നല്ല കാറ്റൊക്കെ അല്ലേ, കാറ്റും വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് കവറിങ് ആയിട്ടുള്ളത് ഇത് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് കരുതി. നമ്മൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അതനുസരിച്ചുള്ള ടെൻഷൻ ഉണ്ട്. മോളുമായിട്ടുള്ള ട്രാവലിങ് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം. അതുകൊണ്ട് എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ വെക്കണ്ട, എങ്ങനെയൊക്കെയുള്ള ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ക്ഷീണമായിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിൻ്റെ കാലിലോട്ട് കുറച്ച് നീരം തലവെച്ച് കിടന്ന് ഞങ്ങൾ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളം ആ സൈഡ് എത്താറായപ്പോഴത്തേക്ക് ഇതാ കുറേ സമയം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ട്രെയിന്. ഒരു ട്രെയിൻ വരുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം പിടിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ വാങ്ങിച്ച ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങ് അഡ്ജസ്റ്റ് ആക്കി. ചായയൊക്കെ കുടിക്കണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ട്രെയിനിൽ കൊണ്ടുവരുന്ന ചായയൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഓരോ വീഡിയോസൊക്കെ കണ്ടതിൻ്റെയാണ് കേട്ടോ. നേരത്തെയൊക്കെ വാങ്ങിച്ച് കുടിക്കായിരുന്നു, പക്ഷേ ഇപ്പം വാങ്ങിച്ച് കുടിക്കാറേ ഇല്ല. അങ്ങനെ എന്തായാലും ഒരു 3 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഒരു 3:50 ആയപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ എത്തിയത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ എന്താ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് ഊബർ വിളിച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. കാരണം ഇതുവരെ അങ്ങനെ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ കാറിലോ അങ്ങനെ അല്ലെങ്കിൽ ഓട്ടോയിലോ അങ്ങനെ പോകേണ്ട ഒരിതൊന്നും മൈൻഡിലില്ലായിരുന്നു. ഞങ്ങൾ ബസ്സിൽ പോകാമെന്നാട്ടോ വിചാരിച്ച് അവിടെ ഇറങ്ങിയിട്ട് ഗുരുവായൂരോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോകാമെന്നാണ് കരുതിയത്. പക്ഷേ ഇത്രയും ലഗേജും പിന്നെ കുഞ്ഞും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഊബറിനകത്ത് വിളിച്ച് അങ്ങനെ പോകാമെന്ന് കരുതി. ഓട്ടോയ്ക്ക് ചോദിച്ചപ്പോൾ 800 രൂപയാട്ടോ ഗുരുവായൂരിലോട്ട് പറഞ്ഞത് തൃശ്ശൂരിൽ നിന്ന്. പക്ഷേ ഊബറിനകത്ത് പോയപ്പോഴത്തേക്ക് 600 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്രയും രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലോട്ട് എത്താൻ 1 മണിക്കൂർ എടുത്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും 1 മണിക്കൂർ എടുത്തു. ഇരുന്നിട്ട് ഞാൻ അവസാനം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഋതു ഒരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്നു. റൂമൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് വന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ കയറി. നമ്മൾ 3 ബെഡുള്ള റൂമായിട്ടോ നമ്മൾ എടുത്തേ. ആദ്യം കയറുമ്പം തന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു മുറി പോലെ. അത് കഴിഞ്ഞ് പിന്നെ അകത്തോട്ടുള്ളൊരു മുറിക്കകത്ത് ആടിനിട്ടോ ഡബിൾ ബെഡ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കബോർഡ്, പിന്നെ TV, പിന്നെ വൈഫൈ കണക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ബാത്റൂമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ കൊണ്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. വിശന്ന് പണ്ടാരെ അടങ്ങിയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞില്ലേ, ഇനിയും കഴിക്കാതിരുന്ന. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, രാവിലെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നേ. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച മാലയാണ്. നൈസായിട്ട് ഇത് വലിച്ചങ്ങ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അവളൊന്നും പതുക്കെ പിടിച്ചപ്പോഴേ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മസാല ദോശയായിരുന്നു പ്ലെയിൻ ദോശയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും സംഭവം അത് കഴിച്ചു. മസാല ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു. പിന്നെ ഒരു ഫിൽറ്റർ കോഫി വാങ്ങിച്ചു. ഇവിടുത്തെ കോഫി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവൾക്ക് അവിടെ ഇരുന്ന് തന്നെ ഞാൻ ഫീഡും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് നേരെ റൂമിൽ വന്നു. ഇനി കുഞ്ഞിനൊക്കെ ഫ്രഷ് ആയിട്ട് ഇനി അമ്പലത്തിലോട്ട് പോകാനുള്ള ഒരുക്കം. കൊറേ നാളല്ല, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നേ. 4 വർഷത്തിന് മുകളിലായി അല്ലേ? 5 വർഷത്തിന് മുകളിലായി. 5 വർഷത്തിന് മുകളിലായിരുന്നു. അല്ല, 5 വർഷമൊന്നും ആയില്ല. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് വന്നായിരുന്നല്ലോ നമ്മള്. അതാ ഇപ്പൊ 4.5 വർഷം കൊണ്ടായി. 6 വർഷം ആവുന്ന നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ മാർച്ച് ആവുമ്പോ. അല്ല, ഇവിടെ വന്നിട്ട് 5 വർഷത്തോളം വന്നിട്ടുള്ള കാര്യം അല്ലാതെ കല്യാണം കഴിഞ്ഞതിന്റെ കാര്യമല്ലോ. 5 വർഷത്തോളം ആവുന്ന. എന്തായാലും നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്താണ് വന്നത്. ഞങ്ങള് പോയിട്ട് വരാം. 7 മണിയായിപ്പോ തന്നെ. മറ്റേ അതിന്റെ കാര്യം ചോദിക്കണേ. തുലാഭാരം ചോറൂമിന്റെ ഫോണും മറ്റേ ഇതൊക്കെ അവിടെ വെക്കാൻ സ്ഥലം കാണും. അവിടെ താഴെ ചോദിച്ചു. അങ്ങനെ കുഞ്ഞിനും അമ്മയും കൂടെ ഇത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഋതുവും കൂടെ റൂമിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമായിരുന്നേ. അങ്ങനെ പോയിട്ട് അവർ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്ക് ഈ സമയത്ത്.
ശബരിമല പോയിട്ട് വരുന്ന ആൾക്കാരും ആ അതുകൊണ്ട് എത്രയും തിരക്ക്. എന്റെ പൊന്നോ, അവരേ ഉള്ളു അവിടെ. ക്യൂ നിക്കത്തില്ലേ അവിടെ ക്ലോസ് ചെയ്ത് ക്യൂ ക്ലോസ് പറഞ്ഞ് എഴുതി വെച്ചു. ഇനി അത്രയും പേരെ കയറ്റിയിട്ടേ ഇനി കയറ്റത്തുള്ളൂ. 5000 പേര് അതിനകത്ത് ഇരിക്കുവാ. ഞങ്ങൾ ചിലപ്പോ അവിടെ നടയടച്ചിട്ടേക്ക് വരുന്നു, പിന്നെ തുറന്ന് തൊഴിലത്തേക്ക് പോകും. ദീപാരാധന സമയം, എന്നാലും ഞങ്ങൾ കണ്ടു ഭഗവാനെ. ഇങ്ങനെയാണോ തന്നെ? അവിടെ കളറൊന്നും ഇല്ല. ഇതെങ്കിലും തന്നത് കാര്യമായില്ലേ, ഞാൻ അത് ബുദ്ധിമുട്ട് പറഞ്ഞോണ്ട് തന്നെയാ. ഇതെത്ര? ഇത് 120 സാധനം. 2 മുഴമാണ് ഇത്. 2 മുഴം. കുഞ്ഞാണ്ടി പൂവ്. ഇതെനിക്ക് നാളെ വെക്കാനുള്ള പൂവാണ്. ഇപ്പോഴേ അടർന്നെല്ലാം വീഴുന്നുണ്ട്, നൂല് മാത്രം ആകുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഋതുവിനെ ഉറക്കി കിടന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് ഇവർ പോയിട്ട് വന്നപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അലൗഡ് അല്ല കേട്ടോ ഫുഡ് കഴിക്കാൻ, നമ്മൾ പുറത്ത് പോയി വേണം കഴിക്കാൻ, ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ കുഞ്ഞിന് കാലൊക്കെ വൈകാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, അവിടെ ചീത്തയാക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋതുവിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നാളെ ചോറൂണിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.